നമ്മളോടൊപ്പം ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഇതാ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. കാരണം ഓണം അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു വിലക്കയറ്റം അത് ജനങ്ങളെ വലിയ തോതിൽ പൊറുതി മുട്ടിക്കുന്നുണ്ട്. നമുക്കറിയാം, മുൻ UDF സർക്കാരുകളുടെയൊക്കെ കാലത്ത് ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്നതിലെ നിസ്സംഗത അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് തന്നെയാണോ തുടരുന്നത്? ജനങ്ങൾ ഈ വിഷയത്തിലും ജനങ്ങളുടെ അന്നം മുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാലും പ്രത്യേകിച്ച് ഇടപെടൽ നടത്താതെ ആ നിസ്സംഗത തന്നെ ഇവിടെയും ആവർത്തിക്കുകയാണോ ഈ സർക്കാർ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നിസ്സംഗത എന്നൊന്നും പറയാൻ അത് കുറഞ്ഞു പോകും. നിസ്സംഗത എന്നും പറയാൻ കഴിയില്ല ഇവരുടെ ഈ നടപടികളെ ഒന്നും. കഴിഞ്ഞ 10 വർഷക്കാലം വിപണിയെ ഫലപ്രദമായി നിയന്ത്രിച്ച് പിടിച്ചു നിർത്തി 13 അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുത്ത ഒരു ഗവൺമെന്റാണ് ഭരിച്ചിരുന്നത്. ആ കാലം ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്, നന്നായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോ മുഴുവൻ വിപണിയുടെ വിളയാട്ടത്തിന് കേരള ജനതയെ വിട്ടുകൊടുക്കുന്ന സമീപനമാണ്, അല്ലെങ്കിൽ എറിഞ്ഞു കൊടുക്കുന്ന സമീപനമാണ് ഈ സതീശൻ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള, മാർക്കറ്റ് എന്ത് തീരുമാനിക്കുന്നോ അതനുസരിച്ച് ജനങ്ങളെ എറിഞ്ഞു കൊടുക്കുക. അത്തരത്തിൽ ഒരു യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത, ആസൂത്രണമില്ലാത്ത, എന്നാൽ അവരുടെ ആസൂത്രണം എന്ന് പറയുന്നത് മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ്. ഈ വലിയ കോർപ്പറേറ്റ് ലോബി അടക്കമുള്ള വലിയ ലോബികളാണ് ഈ രംഗം ഭരിക്കുന്നത്. അതടക്കമുള്ള ലോബികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായി ജനങ്ങളുടെ ഓണാഘോഷത്തെ മാറ്റി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴേ. എന്നിട്ട് പറയുന്നത് എന്താണ്? പറയുന്നത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി ഏറ്റുമുട്ടലിനില്ല. വേണ്ടാന്നേ, ഏറ്റുമുട്ടണ്ട. പക്ഷെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവരുടെ ഈ ഗുഡ് ഗവേണൻസ് എന്ന് ഇവർ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരല്ലോ. ഈ നമ്മുടെ നാടൻ ഭാഷ പറയുന്നത് പോലെ നാക്കുകൊണ്ട് കോണം ഉടുപ്പിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ അത് ഉടുക്കുമ്പോഴേ മനസ്സിലാവൂ. അതങ്ങനെയല്ല. ഇവര് ജനങ്ങളെ എന്തു വന്നാലും ഞങ്ങൾക്കൊന്നും ബാധകമല്ല, ഞങ്ങൾക്ക് വേണ്ടി പണം മുടക്കിയ ആൾക്കാരെ പരമാവധി സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്നുള്ള നിലയിലേക്കാണ് മുഖ്യമന്ത്രി സതീശനും കൂട്ടരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീ ജയചന്ദ്രൻ, അതോടൊപ്പം തന്നെ ഈ വിലക്കയറ്റത്തിനിടയിലും നെല്ല് സംഭരണത്തിന് പാളിച്ച നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഒരാഴ്ചക്കിടെ 8 രൂപയാണ് അരിക്ക് മാത്രം വർദ്ധിച്ചത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ നെൽകർഷകരൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. നെല്ല് സംഭരണം കൃത്യമായി നടക്കുന്നില്ല, കർഷകർക്കുള്ള പണം അത് കൃത്യമായി ലഭിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ കൂടുതൽ ഉൽപ്പാദനവും നടക്കുന്നില്ല ഈ ഘട്ടത്തിൽ. ആ ഒരു മേഖലയെ കൂടി തകർത്ത് ഈ അരി മുഴുവനായും കേരളത്തിന് പുറത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകാനുള്ളൊരു സാഹചര്യം കൂടി ഈ സർക്കാർ ഒരുക്കുകയല്ലേ? അതിന്റെ ഒരു ഇമ്പാക്ട് പെട്ടെന്ന് ഇപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് കാണാൻ കഴിയില്ല. അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്ന 1 മാസം 2 മാസം കഴിയുമ്പോഴേക്കായിരിക്കും ഈ താങ്കൾ ചോദിച്ച ഈ ഇഷ്യൂവിന്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ആയിട്ട് വരാൻ പോകുന്നത്. പക്ഷെ കൃഷിക്കാരുടെ പ്രശ്നം മറ്റൊന്നാണ്. കൃഷിക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയെ ഇതുവരെ പിണറായി സർക്കാർ എന്തോ കൊടിയ ദ്രോഹം കൃഷിക്കാരോട് ചെയ്തു എന്നുള്ള നിലയിലാണ് ഇവർ പ്രചരിപ്പിച്ചു നടന്നത് മുഴുവനും. അപ്പൊ അതിന്റെ ആ ഒരു നിലയിൽ നിന്ന് ഗംഭീരമായി പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്കുള്ള ഭരണമാണല്ലോ ഇപ്പൊ കേറിയത്. 50 ദിവസം ആറായല്ലോ. ഈ 50 ദിവസം കൊണ്ട് അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം തന്നെ ജനങ്ങൾ ഇപ്പൊ അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോ ഇന്ന് രാവിലെ പുറത്തു വന്ന കണക്കുകൾ നോക്കുമ്പോഴേക്ക് കാണുന്നത് 10,500 കോടി രൂപ ഈ 50 ദിവസം കൊണ്ട് കടമെടുത്ത് കഴിഞ്ഞു. അതാണ് അവസ്ഥ. അപ്പൊ എന്തിനാണ് ഈ പണം കടമെടുത്തത് എന്നതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോഴും വ്യക്തമായൊരു ധാരണ പുറത്തേക്ക് തരുന്നില്ല. ധനകാര്യ വകുപ്പ് ഇന്ന് പറഞ്ഞേക്കുന്നത് മുണ്ട് മുറുക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയൊക്കെയാണ് ഈ മുറുക്കത്തിന്റെ കാഠിന്യം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നതിനുള്ള സൂചന ഇന്ന് തന്നെ ധനകാര്യ വകുപ്പിലൂടെ പുറത്തു വിട്ടു കഴിഞ്ഞു. മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങൾ മുഴുവനും ഇവരെ താങ്ങുകയാണല്ലോ, താലോലിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇക്കാര്യത്തിലും ധനകാര്യ വകുപ്പ് മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുത്തില്ല എന്ന് ഓണക്കാലത്ത് ചോദിച്ചാൽ മതിയായിരിക്കും എന്നുള്ള ലൈനിലാണ് ഇപ്പോഴേ പിടിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ. അത് മറ്റൊരു വശം. ഏതായാലും ജനങ്ങളുടെ അസംതൃപ്തി അനുനിമിഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണരംഗത്ത് കാണാൻ കഴിയുന്നത്. അതിന്റെ അനുഭവം മുഴുവൻ ജനങ്ങളുടെ പട്ടിലേക്കാണ് വെച്ച് കിട്ടുന്നതും. ശരി, വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.